ഹലോ, ഹലോ വെൽക്കം ടു പ്രിയ രസ യൂട്യൂബ് ചാനൽ. ഇസ്മ പ്രിയ. റസാഖ്. ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് 2025 നമുക്കുണ്ടായ നമുക്കെല്ലാവർക്കും ഉണ്ടായിണ്ടാവും ഒരു ഉയർച്ചയും താഴ്ചയും, അതെ, പിന്നെ ചില കുറേ ചില പാഠങ്ങളും. പാഠങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു വീഡിയോ ആണ് അതെ, അല്ലേ? ഞങ്ങൾക്ക് പറയാം ചില കാര്യങ്ങൾ യെസ്, ഇങ്ങനെ സംസാരിക്കണമെന്ന് തോന്നി അല്ലേ, തോന്നി. നമ്മുടെ അതെ, ഫാമിലി ഇപ്പോൾ മെമ്പേഴ്സിന്റെ അടുത്ത്. ഡിസംബർ പകുതി ആയല്ലോ. അതെ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ പ്രസവിക്കാൻ പോകും. അപ്പോൾ 2025 നമുക്കുണ്ടായ, ഞങ്ങളെ സംബന്ധിച്ച് 2025 കരിയർ ബേസ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിട്ടുള്ളൂ അല്ലേ? അതെ, 2025 സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാത്തിരുന്ന ഒരു വർഷം. നമ്മൾ പറയില്ലേ, ആ ഒരു സമയത്ത് എത്ര അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെയായിരുന്നു. അതെ, എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു മേഖലയിൽ നമുക്ക് തിളങ്ങാൻ പറ്റി. പിന്നെ നമ്മുടെ ഗ്രോത്ത് അല്ലേ, എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായിരുന്നു. അതായത് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പൊ നമ്മളൊരു ഒരു പാരായി ഒരു എന്താ പറയാ, വലിയ ആൾക്കാരായി അങ്ങനെ ചോദിക്കാൻ ചിലപ്പോ അങ്ങനെ ചില ആൾക്കാർ ചിലപ്പോ ചോദിച്ചെന്ന് വരും. പക്ഷെ നമ്മളാരും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയൊരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. കാക്കു ആഗ്രഹിച്ചിരുന്നു എനിക്കറിയില്ല, എല്ലാവർക്കും ഞാൻ ഉണ്ടാവും നന്നായിട്ട് അങ്ങനെ അല്ലേ? ആഗ്രഹിച്ചു. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഐ മീൻ ഇങ്ങനെ ഒരു ഇതിലെത്തണം എന്നുള്ളത് ഞാൻ സത്യസന്ധതയില്ല. അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? എനിക്ക് എന്താ വെച്ചാൽ നമുക്കെല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും ലൈഫ് സെറ്റ് ആവണം, പിന്നെ എന്താ പറയുക, നല്ല രീതിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിക്കുള്ള ഒരു ലൈഫ് ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ ദൈവം സഹായിച്ച അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു നിങ്ങളുടെ ആഗ്രഹം എന്ന് അതെ. പറയുന്നത്. പിന്നെ പക്ഷേ എനിക്ക് പറയാനുള്ളത് 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസായിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ കിട്ടി. പിന്നെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ രംഗത്ത് നിന്ന് ഫെയിം ആവണം, ഒരാൾ കണ്ട തിരിച്ചറിയണം, ആ ലെവലിലേക്ക് എത്താൻ പറ്റി. അത് താങ്ക് ഗോഡ് വലിയൊരു അനുഗ്രഹമായിട്ട് കാണാം. ഞാൻ പറഞ്ഞ കുറേ കാലമായി. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, സ്റ്റാർട്ടിങ് നമുക്ക് 2025 കിട്ടി. ഈ ഒരു കലാമേഖല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു. അപ്പൊ ആ ഒരു ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. ഒരു സമയത്തൊക്കെ എന്താ പറയാ, സിനിമയിലൊക്കെ അഭിനയിക്കണം അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഡാൻസിൽ എന്തെങ്കിലുമൊക്കെ ആവണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലൊക്കെ വിളിച്ചാൽ അഭിനയിക്കാം എന്നുള്ളൊരു ഇതില് വീട്ടിലിങ്ങനെ കൈയും കെട്ടിരുന്നിട്ടേ ആരെങ്കിലും വിളിക്കും, അപ്പൊ ഞങ്ങൾ അഭിനയിച്ചു അങ്ങനെ ഇരിക്കും. ഞാൻ പരിചയപ്പെട്ട സമയത്തേ അങ്ങനെയല്ല, ഇവിടെ അതിന്റെ ഓഡീഷൻ അടക്കം പോയിട്ടില്ല, പോയിട്ടില്ല. ഒരാളായിട്ട് കോണ്ടാക്ട് ഇല്ല, ഓഡീഷൻ പോയിട്ടില്ല. അങ്ങനത്തെ ആളെ വിളിക്കും, ആഗ്രഹിക്കാം. പക്ഷെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, പ്രയത്നിക്കണം, അതിന്റെ ഒരു വഴികളിലൂടെ പോകുമ്പോൾ. അപ്പൊ ഞാന് എന്താ പറയാ, ആഗ്രഹിച്ച് പ്രയത്നിച്ച് വന്നിട്ടുള്ള ഒരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. മീൻസ് പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടായപ്പോ ആഗ്രഹം പോയി. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ കുറെ കറങ്ങണം, കുറെ ഫുഡ് കഴിക്കണം, ഇതൊക്കെയായിരുന്നു പിന്നെ എന്റെ ആഗ്രഹം. പിന്നെ സിനിമയുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അങ്ങനത്തെ ആ ഒരു ആഗ്രഹം വന്നിട്ടില്ല. പിന്നെ എനിക്ക് പിന്നെ നിങ്ങൾ മറ്റേ സോഷ്യൽ മീഡിയനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അതായി പിന്നെ എന്റെ ആഗ്രഹം. അതിന് വേണ്ടിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെടുത്തേക്ക് വരണം എന്നുള്ള ഓർമ്മയുണ്ട്. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ആഴ്ചകൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ തന്നെ മില്യൺ അടിക്കുന്നല്ല, ഈ വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ കാണും, പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ വിചാരിച്ചു. ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് സെക്കൻഡ് തേർഡ് ഡേ ഒരു കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ എത്ര 8 or 7 റീച്ച് ആയത് ഏറ്റവും കൂടുതൽ. അപ്പൊ വളരെ സങ്കടം. പക്ഷെ അവള് പ്രയത്നം നിർത്തിയില്ല, ഞാനും ക്യാമറയുടെ പിന്നിൽ ഞാനും. അതൊക്കെ അങ്ങനെയൊക്കെ അതെ അതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ ലൈഫിൽ മുന്നേറാൻ ശ്രമിക്കുന്നു, അത് ഈ എന്താ പറയാ യൂണിവേഴ്സിൽ ആ ഒരു പോസിറ്റീവ് നമുക്ക് തരുന്നുള്ള സത്യമാണ്. അതെ, അത് സാധനം നമുക്കപ്പോ എത്തും. അത് ഉദാഹരണമാണ്. എന്താ വെച്ചാൽ 2020 സ്റ്റാർട്ട് ചെയ്തിട്ട് 2024 ലാസ്റ്റ് ആവേണ്ടി വന്നു. എന്ത് നമ്മളൊന്ന് ഒരു 4 ആളെ അറിയാൻ, അല്ലെങ്കിൽ 4 ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുകളാവാൻ, മീൻസ് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് കൊടുക്കാൻ, ഇതിനൊക്കെ
ഒരു സമയം. അതെന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചവരുണ്ട്. ഇപ്പൊ എന്ന് പറയുമ്പോ നമ്മള് എവിടെ പോയാലും കേട്ടോ, നമ്മള് ലോകത്തിന്റെ എവിടെ പോയാലും ഒന്നും പറയണില്ല. അപ്പൊ ഞാൻ എന്റെ നമ്മൾ ഡൽഹി പോയപ്പോ നമ്മളെ അപ്പൊ അത് കേരളത്തിലുള്ളവരാണ്. ഡൽഹിയിലാണെങ്കിലും ഡൽഹിയില് അവിടെ ഉള്ള ഇപ്പൊ കേരളത്തിന്റെ എവിടെ നിന്നുള്ള ആൾക്കാരൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവിടുന്നാണെങ്കിലും ഒരാളെങ്കിൽ ഒരാളല്ലെങ്കിൽ അതെ നമ്മളെ കണ്ട് മനസ്സിലായിട്ട് സംഭവമാണ്. അപ്പൊ അത് 2025 ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ടൈമില് ഞാൻ എന്താ പറയാ ലൈഫ് ഫുൾഫിൽ ആയി അങ്ങനെയൊന്നും പറയണില്ല, പക്ഷെ എന്നാലും ആഗ്രഹിച്ച ഒരു ഏറ്റവും വലിയൊരു ഇതിന്റെ ഒരു അച്ചീവ്മെന്റിന്റെ ഒരു ഫസ്റ്റ് ഒരു സക്സസ് ആയിട്ട് ഇങ്ങനെ ചെയ്തിങ്ങനെ നിൽക്കണ വർഷമാണ് 2025 എന്ന് പറയുന്നത്. പിന്നെ നമ്മള് കുറച്ച് എന്താ പറയാ പുതിയ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതെ, അതൊക്കെ വലിയൊരു സംഭവമാണ്. നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമുക്ക് കുറെ ഐഡിയാസ് പറഞ്ഞു തരാനും നമുക്ക് തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും പിന്നെ നമ്മൾ വിളിച്ചാൽ ഒന്ന് അടുത്ത് വരാനും സംസാരിക്കാനൊക്കെ നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പൊ നമ്മള് അതെ എന്താ സോഷ്യൽ മീഡിയയിലുള്ള ആണെങ്കിലും ഒക്കെ നമ്മളിത് കണ്ടിട്ട് അതിന് മുന്നേ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാര്, നമ്മളൊരു അത്ഭുതത്തോടെ നോക്കിയിരുന്ന ആൾക്കാരൊക്കെ എന്താ പറയാ നമുക്ക് അവരൊക്കെ കിട്ടുക, ഒരു ഫാമിലി പോലെ ക്ലോസ് ആയി കിട്ടുക എന്ന് പറയുന്നത് അതും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അധികം ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതും ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. പിന്നൊക്കെ പറയാനുള്ളത് വെച്ചാല് നമുക്ക് ഓരോരുത്തർക്കും ഒരു സമയമുണ്ട് എന്ന് പറയില്ലേ, അത് സത്യമാണത് അല്ലേ? അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അവിടെ എത്തും. അപ്പോൾ ഇതാണ് ഈ 2025 നമുക്ക് മെയിൻ ആയിട്ടുണ്ടായ കുറച്ച് നേട്ടങ്ങൾ അല്ലേ? പിന്നെ സത്യം പറഞ്ഞാൽ ഈ 2025 പോയതേ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഒക്കെ വരുന്നുണ്ടാവുക കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ എന്താ വെച്ചാൽ ഈ വീഡിയോ ഒക്കെ ചെയ്യാനും വേറെ കാര്യമുണ്ട്. ഇതൊക്കെ പിന്നീട് ചെയ്താൽ പക്ഷെ എന്താ വെച്ചാല് വോൾട്ടി ഡെലിവറിക്ക് പോവുകയാണ് ഗെയ്സ്. അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഒരു മാസത്തോളം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നൊരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല ഞാൻ റെസ്റ്റ് എടുക്കുന്നു. ഞാൻ ഇപ്പൊ പ്രഗ്നൻസിന്റെ ടൈമിൽ ഒരു റെസ്റ്റ് എടുത്തില്ല. പിന്നെ എന്നാലും ഒരു 1-2 ആഴ്ച അതായത് ഞാൻ ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ച അല്ലേ, തിങ്കളല്ലേ നമ്മള് വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവും. ഇന്ന് വരെ ഞാൻ ഇപ്പൊ പുറത്തു പോയി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ അപ്പൊ ഒരു 2 ആഴ്ചത്തെ എന്തായാലും റെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അടുപ്പിക്കും. അപ്പൊ അതില് നമുക്ക് നമ്മുടെ ആളുകൾ എന്താ വരെ കാണാത്ത തോന്നൽ വരരുത്, പിന്നെ ഞങ്ങൾക്കും വീഡിയോ ഇട്ടില്ലല്ലോ എന്നൊരു തോന്നൽ വരരുത് വെച്ചിട്ടാണ് ഈ വീഡിയോ കുറച്ച് നേരത്തെ ചെയ്യണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, എനിക്കാണ് തോന്നലുണ്ടാവുക. ഞാനാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എടുക്കുക പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായിട്ട് ഞാനാണ് അങ്ങനെ. മുന്നേ ഒരു മടി ഉണ്ടായിരുന്നു, അപ്പൊ കാക്കു ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുന്നു. പക്ഷെ ഇപ്പൊ മുന്നേ വേറെ സംഭവമുണ്ട്. മുന്നേ എനിക്ക് ഫസ്റ്റ് ആക്ട് ചെയ്യാൻ പറ്റൂല, വലിയ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അഭിനയിച്ച് കാണിക്കാൻ പറ്റൂല. ഇപ്പോഴും അറിയുന്നില്ല, വേറെ കഥ. എന്നാലും തീരെ അറിയാത്ത സമയത്തുണ്ടായിരുന്നല്ലോ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ദേഷ്യം പിടിച്ചിരുന്നില്ലേ അല്ലേ? അങ്ങനെയല്ല, ഇവിടെ വീഡിയോ എടുക്കുമ്പോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഇപ്പം ആൾക്കാർ ആയിരിക്കും എന്താ പറയുക, നമ്മളിപ്പോ നല്ല കുട്ടിയുടെ ഒരു ബിഹൈൻഡ് സീൻസിന്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ, 2 ഡേക്കിൽ ഇവിടെ വീഡിയോ ഓക്കെ ആക്കണം. മുന്നങ്ങനല്ല, ആക്കിയില്ലെങ്കിൽ ഇവിടെ ചീത്തയാണ്, ആക്കണം. അപ്പൊ കാക്കുവിന്റെ എന്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കാക്കുവിന്റെ വീഡിയോന്റെ പോർഷൻസ് എഡിറ്റ് ചെയ്യുമ്പോ ഉണ്ടാവും, അതുണ്ടാവും ഒരു 10 GB ഉണ്ടാവും. നോക്കി ഡിലീറ്റ് ചെയ്ത് അഭിനയിക്കാറില്ലല്ലോ. നിങ്ങൾ ഒരു വർഷമായിട്ട് അഭിനയിക്കാൻ പഠിച്ചില്ലേ? അതാണ് പ്രശ്നം, അഭിനയിക്കാറില്ല. പിന്നെ അപ്പൊ കുറെ അധികം ഷോട്ടുകൾ ഉണ്ടാവും. പിന്നെ പക്ഷെ ഇപ്പൊ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മുന്നേ 10 എടുക്കണം, ഇപ്പൊ 3-4 എടുത്താൽ മതിയാവും. ചില കട്ടി വാക്കുകൾ ഇവിടെ എഴുതുക, അപ്പോഴൊക്കെ പ്രശ്നം. കട്ടി വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ അതങ്ങനെ പ്രശ്നം. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു വന്ന വിഷയം തന്നെ പറയും. വീഡിയോ എടുക്കുമ്പോ നമ്മള് തല്ലൂടും കേട്ടോ. തല്ലൂടലൊക്കെ ഉണ്ട്. ആൾക്കാരായിരിക്കും നമ്മള് എപ്പോഴും നമ്മള് ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെ സന്തോഷം ഇവിടെ കടുകട്ടി വാക്ക് എഴുതും, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പറയാ. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ പണി നോക്ക്, എനിക്ക് പറയാൻ പറ്റില്ല, പറയുള്ളൂ. അപ്പോൾ പറയും നിങ്ങളോട് എടുത്തോളൂ, നിങ്ങളുടെ എഴുതിക്കോളൂ സ്ക്രിപ്റ്റ് പറയും. അവിടെ കഴിഞ്ഞു. അങ്ങനത്തെ പ്രശ്നം. അത് രസം. പക്ഷെ ഞാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വരില്ല. അപ്പൊ കാക്കുവിനെ മാനേജ് ചെയ്യണം. പറയാൻ പറ്റണ്ട മനുഷ്യന്. ഇവിടെ സാഹിത്യം കലർന്ന സാധനമൊക്കെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റണ്ടേ. ഞാൻ ഇജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജി എന്നല്ല ഈ എന്ന് പറയും. നീ മാറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കേ, ഇങ്ങോട്ട് നിൽക്കുന്നു പറയും. ഇതൊക്കെ നല്ല ചെറിയ വിഷയങ്ങൾ. അങ്ങനെയല്ല, ഞാൻ എഴുതുന്ന സമയത്ത് പൊതുവെ എന്താ പറയാ, ഞാൻ മുന്നൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ കുറച്ച്
ഐ മീൻ മലയാളം എന്ന് പറയുന്നത് തന്നെ പല സ്റ്റൈലിലുണ്ടല്ലോ. അപ്പൊ എന്താ പറയാ, നല്ല മലയാളം ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചീത്ത മലയാളമാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, പൊതുവേ ഒരു എല്ലാവർക്കും ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ളവർക്ക് ഈ ഭാഗത്തുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മലയാളം ഉണ്ടല്ലോ അല്ലേ, എല്ലാ വേർഡ്സും. മലപ്പുറംകാർ പറയണ ആയിരിക്കില്ല എന്താ ഇടുക്കിക്കാർ പറയുന്നത്, തിരുവനന്തപുരംകാർ പറയുന്നത് അല്ലേ. ഇപ്പൊ ഷെഫി അവരൊക്കെ പറയണ സ്ലാങ് മാറ്റുണ്ട്. അതുപോലെ ഇവിടെ പുറത്ത് വരുമ്പോ നമുക്ക് തൃശ്ശൂരുകാർ പറയുന്നത് വേറെ, അതെ അവര് വേറെ രീതിയിൽ, നമ്മളെല്ലാത്തിന്റെ ഇടയിലുള്ള ആൾക്കാരെ. അതെ ഞങ്ങളെല്ലാം സംസാരിക്കും. അപ്പൊ ഞാനത് മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള നേർമലയാളം ഉണ്ടല്ലോ, പന്ത് മലയാളം നോക്കൂല്ലേ, അങ്ങനെ ഞാൻ എഴുതും. മുന്നേ ഞാൻ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരൊക്കെയോ ഇങ്ങനെ കമന്റിലൊക്കെ വരാൻ തുടങ്ങി, ഇങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പ്രത്യേകിച്ച് നമ്മളുടെ വീഡിയോ കൂടുതൽ കാണുന്നത് മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ദഹിക്കാണ്ടായി തുടങ്ങി തോന്നുന്നു. പിന്നെ കുറെ മലപ്പുറം സ്ലാങ് ഒക്കെ കുത്തി കയറ്റിട്ട് അങ്ങനെ ഒറിജിനൽ സ്ലാങ്. അതെ, ഇല്ല എനിക്കതിന് മലപ്പുറം സ്ലാങ് വല്ലാണ്ടല്ലോ. ഇപ്പൊ എല്ലാരും എന്നോട് മലപ്പുറം കാര്യമാണ് പറയുമ്പോ നമ്മുടെ ആ ഭാഗത്ത് ഒരു സ്ലാങ് വരുമല്ലോ. പിന്നെ പക്ഷെ രസമാണ് ഭാഷ അല്ലേ, രസമാണ്, നല്ല രസമാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ സംസാരം തന്നെ കൂടുതലും വരും കേട്ടോ. എന്താ വെച്ചാല് ഇതിന്റെ വർക്ക് സംബന്ധമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ആ ഭാഗത്ത് ടച്ചുള്ളതായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പൊ അതിന് ചെറിയ കശപിശുണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ കുറെ ആൾക്കാർ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു അല്ല ഇത് ഒന്ന് പറഞ്ഞു, ഇപ്പൊ ഈ ഞാൻ ഇപ്പൊ ഒരു ഇങ്ങനെ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ വിളിച്ച ആൾക്കാർ ചോദിക്കുകയാണ്, ഇന്നലെ അടക്കം ഞങ്ങൾക്ക് ഒരു 4-5 കോൾ വന്നു. അപ്പൊ ചില സമയത്ത് എടുക്കാൻ പറ്റൂല, തിരക്കിലൊക്കെ ആവും. അറിയാത്ത കുറെ കോൾ ഉണ്ട്, പക്ഷെ എടുത്ത കോൾ 4-5 ഞങ്ങൾ എടുത്തതിനൊക്കെ മറുപടി കൊടുത്തു. എന്താ വെച്ചാല് ചോദിക്കണം, എന്താ വെച്ചാല് എന്തായി, പ്രസവിച്ചോ, എന്താണ്, സുഖല്ലേ, സന്തോഷം. ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ പോലും ആളില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഉമ്മ എപ്പ അനിയത്തി ആരെങ്കിലൊക്കെ വിളിക്കാന്നല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വിളിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഞങ്ങൾ അറിയാത്ത ആൾക്കാർ വരെ ഞങ്ങളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജിലൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് 372 ഇല്ലേ, 2ആയോ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട്. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. ഏറെക്കുറെ അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാർ. അതെ, അതിന് മേലെ നമുക്ക് വ്യൂസ് കണ്ടറിയാലോ, സബ്സ്ക്രൈബർ കാണുന്നുണ്ട് നടത്തും. അതെ, അപ്പൊ എന്താ പറയാ, ആദ്യം തന്നെ അവരോട് ഏറ്റവും നന്ദി പറയുന്നു കേട്ടോ. അവരോട് ഏറ്റവും നന്ദി പറയുന്നു. നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു 3,72,000 സംതിങ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തന്നെ. ഞാൻ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലേ, ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ 1000 പേരെ പരിപാടി വരുമ്പോഴേ, ഈ കല്യാണത്തിന് ഒരു നേരം വരുന്ന ആൾക്കാർ 200-300 ഒക്കെ ഇത് കാണുമ്പോൾ എത്ര ആൾക്കാരാന്ന് അറിയില്ലേ. അപ്പൊ ഞാൻ ആലോചിക്കും, ഒരു 500 ആൾ ഇത്ര, 1000 ആൾ ഇത്ര, 2000, 1,00,000 ആൾക്കാരെന്ന് പറയുമ്പോ എത്ര ആൾക്കാരായില്ലേ. അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ, എന്റെ കുഞ്ഞാവിന്റെ ഡെലിവറി കഴിഞ്ഞോ, കുഞ്ഞാവൊക്കെ എന്തായി എന്നൊക്കെ ഉള്ള ഒരു അത് അറിയാൻ വേണ്ടിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് സ്നേഹം കാണുമ്പോൾ സന്തോഷം. എന്താ വെച്ചാൽ പറയാൻ കാരണം വെച്ചാൽ മുന്നേ നമ്മള് ഒരാള് പോലും ഒരു കുട്ടി പോലും തിരിഞ്ഞു ചോദിക്കാതെ, മീൻസ് അങ്ങനല്ല, ഫാമിലി നമ്മുടെ വേണ്ടപ്പെട്ട വീട്ടുകാർ ചോദിക്കാന്നല്ലാതെ പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാല് ഇന്ന് സൗകര്യം ചോദിക്കാത്ത ഒരു നിലയിൽ അങ്ങനെയല്ല. ഇങ്ങടെ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒക്കെ ഇപ്പൊ വേറെ നമ്മള് ഫാമിലി ഉണ്ട്, ഫാമിലിക്ക് എതിർപ്പ് അങ്ങനത്തെ രീതിയിലൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും സുഖം ഒരു അന്വേഷണം. അതാ ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനത്തെ ഒരു നിലയിന്ന് നമ്മളറിയാത്ത എവിടെയോ കിടക്കുന്ന ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്താണ് സുഖല്ലേ, ഓക്കെ അല്ലേ, നിങ്ങള് എന്താണ് ഡെലിവറി കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു സന്തോഷമാണ്. എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പുറത്തുപോയ സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് നമ്മൾ സംസാരിച്ച് തൃശ്ശൂര് നമ്മൾ പോകുമ്പോ നമ്മളെ അറിയുമെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേമാതിരി ക്രിസ്മസ് കാണാൻ പോയ സമയത്ത് നമ്മൾ എന്നാലും ഞങ്ങളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 വർഷം ആയിട്ടുള്ളൂ ഞങ്ങളുടെ ഒരു വളർച്ച. 2025-ലാണ് ഈ വളർച്ച എന്ന് പറയുന്നത്. പകുതി എന്ന് പറയാൻ പറ്റില്ല, ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ വീഡിയോ ക്ലിക്ക് ആണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 2 മാസമല്ലേ ഉള്ളൂ. അപ്പൊ പകുതി കൂട്ടണ്ട. അപ്പൊ എന്താ പറയാ, നന്നായിരിക്കട്ടെ, പ്രശ്നം ഇല്ലാതിരിക്കട്ടെ, അങ്ങനെയൊക്കെ നമ്മളടുത്ത് പറയുമ്പോ എന്തോ ഒരു ബ്ലെസ്സിങ് കിട്ടുമ്പോ എന്തോ ഒരു സന്തോഷമാണ്. ഞങ്ങള് പുത്തമ്പള്ളി പോയി, മറ്റേ എന്താണ് ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങാനും കാണാനൊക്കെ ആയിട്ട് എല്ലാ പ്രാവശ്യം പോകുന്നതാണ് കേട്ടോ നമ്മള്.
അപ്പൊ ഇപ്രാവശ്യം ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കാൻ വെച്ചിട്ട് കുട്ടികൾക്ക് ആ ഒരു പ്രത്യേകിച്ച് കുഞ്ഞാറ്റയ്ക്കൊക്കെ ആ ഒരു സന്തോഷം കിട്ടാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വയറു താങ്ങി പിടിച്ച് ഞാൻ പോയത്. അപ്പൊ ഞങ്ങൾക്ക് കുറെ ഒരു 10-12 ആളുകൾ ആ തിരക്കിന്റെ ഇടയിൽ നമ്മളെ അതെ അല്ലേ അതെ നമ്മളിങ്ങനെ എവിടെ നിൽക്കാതെ ചടപടേച്ച് പോയി വാങ്ങി വരണം എന്നുള്ള മൈൻഡായിരുന്നു. അപ്പൊ അതിലടക്കം പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ കാണാതെ കണ്ടിട്ട് മിണ്ടാനും മടിച്ച് നിൽക്കുന്നവർ വേറെ ഉണ്ടാവും, കയ്യെ കാട്ടിയവരുണ്ട്, അങ്ങനെ കയ്യെ കാണിച്ച്. പക്ഷെ മടിച്ചു നിൽക്കരുത്, ഞങ്ങൾ എവിടെ കണ്ടാലും ഞങ്ങളോടൊന്ന് സംസാരിക്കാം, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇതിനെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ അപ്പൊ അപ്പുറത്ത് ഞാനും നോക്കിയിട്ട് നിൽക്കും ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ എവിടെ പോയാലും ഇതിനെ നമ്മളെ കുറിച്ചിട്ട് നമ്മളെ അറിയുന്ന ആൾക്കാർ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്, അപ്പൊ സന്തോഷമാണത്. പിന്നെ ചിലപ്പോ ഒക്കെ വേറെ കാര്യം പറയാനുണ്ട്, നമ്മള് വേറെ എന്തെങ്കിലും സീരിയസ് മാറ്റർ ഒക്കെ സംസാരിച്ച് വരും കേട്ടോ, ഇരിക്കുകയൊക്കെ ആവും. അപ്പൊ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞ ആരെങ്കിലും പോകുമ്പോൾ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ വേറെ സീരിയസ് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം മറക്കും. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് ഞാൻ നല്ല മറക്കും. അപ്പൊ വിചാരിക്കായി ഇവരെന്താ ആൾക്കാരാ ആൾക്കറിയില്ല, ചിരിക്കാത്തന്നായിരിക്കും, അങ്ങനെ വിചാരിക്കരുത്. എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇന്റെയൊക്കെ മെയിൻ പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ടാവും അത്, എന്തെങ്കിലും സീരിയസ് ആയി സംസാരിക്കാവും. അപ്പോ ചിലപ്പോ കയ്യൊക്കെ കാട്ടി ചിരിച്ചറിഞ്ഞാലൊക്കെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്താ വെച്ചാല് നമ്മൾ അറിയുന്ന ആൾക്കാര്, ഇപ്പൊ ഞാനിപ്പോ ഒരാളറിയാമെങ്കിൽ നമ്മള് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികം ചിരിക്കുമല്ലോ, അതാ ഉദ്ദേശിച്ചല്ലോ, വലിയ സംഭവം നമ്മളായിട്ട് അങ്ങനല്ല. ഇപ്പൊ നമ്മളിപ്പോ ആയിക്കൂടെ ഒരാൾ പോകുന്നുണ്ട്, അയാളുടെ വീഡിയോ കണ്ട അയാളുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അയാളെ ഞാൻ മുന്നേ അവിടെ നിന്ന് കണ്ടല്ലോ, അപ്പൊ ചിരിക്കുക, അത് കൈ കാണിച്ച അങ്ങനെ ആക്കി. അപ്പൊ നമ്മള് വേറെ സീരിയസ് സംസാരവും, അപ്പൊ അത് തെറ്റായിട്ട് എടുക്കരുത്. എന്നോട് ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ, എന്നോട് ഒന്നല്ല 2-3 ആൾക്കാരെ പറഞ്ഞു, പക്ഷെ ഒരാൾ പറഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ട് ആരോ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, നിങ്ങളുടെ കാറിന്റെ പുറകെ വന്നു പക്ഷെ നിങ്ങൾ നോക്കിയില്ല നിർത്തിയില്ല, നമ്മളെങ്ങനെ കാണാനല്ലേ അങ്ങനെയൊക്കെ ചെയ്ത്. പ്രത്യേകിച്ച് ഇവള് കണ്ണാണില്ല, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ അതാ എന്റെ കോൺസെൻട്രേഷൻ, കണ്ണാണില്ല. അല്ല ഇവള് പുറത്ത് കൂടെ ഞാൻ ചിലര് കൈയാണിച്ച് ഇങ്ങനെ സംസാരിച്ചാലൊക്കെ വിളിക്കണ എന്നെ ചൂണ്ടി കാണിക്കണേ, ഒന്ന് ഹായ് പറയുന്നൊക്കെ ഞാനാ പറയാ. ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല, ഇവിടെ വേറെ ഏതോ ലോകത്താണ്, ഞാനീ പറഞ്ഞ എക്സ്ട്രീം ലോകത്താണ്. അപ്പൊ അങ്ങനെ വിഷയം മാറിപ്പോയി. അല്ല ഞാൻ പുറത്തേക്ക് ചിലപ്പോ നോക്കിയിരിക്കുന്നുണ്ടാവും, പക്ഷെ എന്റെ ചിന്ത മനസ്സും ചിലപ്പോ അവിടെ ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ആലോചിക്കാവോ ഇപ്പൊ? കണ്ടന്റ് ആലോചിക്കണം, ഇവരൊക്കെ വേണോ കാണാന്, അപ്പൊ ഓരോ മൈൻഡ് ചെയ്യണം. പിന്നെ അതേപോലെ ഇപ്പൊ 2 ദിവസം മുന്നേ നമ്മള് പുറത്ത് പോയപ്പോ നമ്മള് ഫുഡ് വാങ്ങാൻ വേണ്ടി അവിടെ നിർത്തിയ സമയത്ത് കുട്ടികള് ടൂർ കഴിഞ്ഞിട്ട് വരുന്നേ അല്ലേ, അവര് ഇങ്ങോട്ടൊക്കെ വരാൻ നിൽക്കുക. അപ്പൊ എനിക്ക് പേടിയാവുക, കാരണം ടീച്ചേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അവരൊക്കെ എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ ചിലപ്പോ നമ്മുടെ അടുത്തേക്ക് ഓടി വരാം. അവരുടെ സേഫ്റ്റി ഒക്കെ നോക്കണ ടീച്ചേഴ്സ് ഒക്കെ കൂട്ടത്തിൽ ഉള്ളതല്ലേ. അപ്പൊ ഞാൻ ഒരു പറഞ്ഞു, എത്ര കുട്ടികളാണ് തെന്നിയോ അറിയില്ല, ഇത് നമ്മുടെ ഹാപ്പിനെസ് ഇല്ലേ, ഇതൊക്കെ 2025 നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. അതെ. പിന്നെ വേറെ എന്താ പറയാനുള്ളത് നമുക്ക്? അപ്പൊ മെയിൻലി നമ്മുടെ സോഷ്യൽ മീഡിയ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് 2025 ഏറ്റവും വലിയ നേട്ടം. എടുത്തു പറയാനുള്ള ഞങ്ങളുടെ ഒരു ഉയർച്ച. അപ്പൊ അത് തന്നെയാണ്. പിന്നെ 2000 വേറെ വിഷമങ്ങളൊക്കെ ഉണ്ടാവണം. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയന്റെ ഭാഗത്തുനിന്ന് തന്നെ ചില ആൾക്കാരുടെ കമന്റ് ഒക്കെ കാണുമ്പോ ഒക്കെ ഒരു വിഷമൊക്കെ പല ആളുകൾ പലതരല്ലേ. അതെ, അത് നമ്മള് ഇതിന് മുന്നേ നമ്മള് പറഞ്ഞിരുന്നല്ലോ, എന്താ പറയാ അസൂയുണ്ടായത്, എന്തിനാണ് അറിയില്ല അങ്ങനത്തെ കമന്റുകളൊക്കെ ഇടുന്നത്. ഒരു കമന്റ് ഞാൻ പറഞ്ഞിട്ടേ, അപ്പൊ നമ്മള് വളകാപ്പിന്റെ ഒരു ഇതിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ കമന്റ് ഇപ്പൊ അവിടെ ഉണ്ടോ ഞാൻ ഡിലീറ്റ്, മെയിനായിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഡിലീറ്റ് ചെയ്യും. കാരണം അത് നമ്മള് ആ നെഗറ്റീവ് പറഞ്ഞ വ്യക്തിന്റെ നെഗറ്റീവ് വേറെ ആൾക്കാരിലേക്ക് എന്തിനാ സ്പ്രെഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. സത്യമാണത്, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അങ്ങനെ നെഗറ്റീവ് വന്ന് പറയണത് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ അങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരല്ല അല്ലേ. നമ്മളങ്ങനെ നെഗറ്റീവ് ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും അതിൽ ക്യാരക്ടേഴ്സ് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ മാക്സിമം നമ്മുടെ ഞങ്ങളുടെ ഈ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താ പറയാ അത് മനസ്സിലാവാനുള്ളതോ അല്ലെങ്കിൽ അവർക്ക് അത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഞങ്ങൾ മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് ആൾക്കാരിനെ പറ്റിച്ച് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒന്ന് വിചാരിക്കണം, അങ്ങനത്തെ ആൾക്കാരല്ല. കാരണം നമുക്ക് ദൈവം സഹായിച്ചിട്ട് നമുക്ക് വേറെ വർക്കും ഉണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതും കുട്ടികളെ നോക്കാനുള്ളതും ഒക്കെ നമുക്ക് ദൈവം തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കിട്ടുന്നതൊക്കെ നമുക്കൊരു ബോണസ് ആയിട്ട് നമ്മൾ കാണുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണം അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യം? അത് എല്ലാവരുടെ കാര്യമല്ല പറയട്ടെ, ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ ചില ആൾക്കാരുടെ കേട്ടാ. അപ്പൊ അങ്ങനെ കമന്റ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു
സങ്കടമൊക്കെ വരാറുണ്ട് കേട്ടോ. വളകാപ്പിലെന്ത് വളാപ്പിന്റെ വീട്ടിട്ടപ്പോ അതിനത് എന്താ പറയാ, നിന്റെ കുട്ടികള് നിങ്ങളോടെ പറഞ്ഞിരിക്കുന്നത്, കാരണം നിങ്ങളാണ് ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്ത് നിങ്ങളല്ലേ. അപ്പൊ നിന്റെ കുട്ടികൾ നിന്റെ ഭാര്യനെ കണ്ടിട്ടാണ് പഠിക്കുക, അതിനെന്താ എന്റെ ഭാര്യല്ലോ വല്ലോന്റെ ഭാര്യല്ലോ ഭാര്യനെ കണ്ടിട്ട് പഠിക്കുക. അപ്പൊ എന്താണ് ഓളെ ഒഴിവാക്കിയിട്ട് വേറെ നിങ്ങളോട് വേറെ ഹലാലായിട്ട് പറഞ്ഞ ആൾക്ക് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കെട്ടിച്ചിട്ട് അതെ ഹലാലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടിച്ചു. ഞാൻ ഹലാലായിട്ട് ഹലാലായോണ്ട് ഞങ്ങളെ കിട്ടിയത് അല്ല. എന്റെ കുട്ടികൾ പിന്നെ എന്നെ കണ്ടിട്ടുള്ള വേറെ കണ്ടുപിടിക്കട്ടെ. ഞാന് ഇപ്പൊ ഈ കമന്റുകളോട് പറയാനുള്ളത്, ഞങ്ങളുടെ മക്കള് ഓളെ കണ്ടുപിടിച്ചാൽ നിന്നെ കണ്ടുപിടിക്കണം, ഓളെ കണ്ടുപിടിച്ചാൽ ഞാൻ പറയുള്ളൂ. ഓളത്ര എനിക്ക് ഞാൻ കണ്ടൊരു ഏറ്റവും നല്ലൊരു ഭാര്യയാണ്, ഏറ്റവും നല്ലൊരു സ്ത്രീയാണ്, അതുകൊണ്ട് ഓളെ കണ്ടുപിടിച്ചാൽ മതി എന്റെ മക്കള്. എന്തെങ്കിലും പ്രശ്നം ഞാൻ ആ വളകാപ്പിന്റെ വീഡിയോ ഇതിലിട്ടില്ല, യൂട്യൂബിൽ ഇട്ടിട്ടില്ല. യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ ഇതേമാതിരി നമുക്ക് മനസ്സ് വേദനിപ്പിക്കുന്ന കമന്റ്സ് ഒരുപാട് വരുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് സത്യം ഞാൻ യൂട്യൂബിൽ ഇടാത്ത, ഞാൻ അതുകൊണ്ടാണ് ഇടാഞ്ഞത് കേട്ടോ. ഇല്ല, അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്താണ്. അതേമാതിരി തന്നെ ഒരു പ്രസ്തുത എന്താ പറയാ ഒരു ഇതിൽ വിടുന്ന ഒരാൾ വന്നിട്ടാണ് അതിനെ കമന്റ് ഇട്ടിട്ടുള്ളത്, ഒരു വലിയൊരു ഉപദേശം എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എന്റെ മക്കള് അല്ലെങ്കിൽ ഇപ്പം ആരുടെ മക്കളാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ട് തന്നെ പഠിക്കണം എന്നാണ്. അത് നമുക്കൊരു എന്താ പറയാ പ്രൗഡാണത്. ഞാൻ എന്റെ കുട്ടികളോട് അറിയാം എന്നെ കണ്ടുപിടിച്ചു മക്കളോട് അയാളെ കണ്ടു പഠിക്കരുത് മക്കളെ, ആർക്കാ അടുപ്പിക്കുന്നത്. പിന്നെ ഒഴിവാക്കിയിട്ട് വേറെ നിങ്ങളോട് ഹലാലായി കല്യാണം കഴിക്കുക. നല്ല ഉപദേശം, ഇത്ര നല്ല ഉപദേശം മക്കൾക്കും വീട്ടിലേക്കും പഠിപ്പിച്ചെടുക്കാൻ പറ്റിയ ഉപദേശമാണ്. അതെ, കൊള്ളാം. അപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു ലേഡിയാണ് ഞാൻ. എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ അതിലും വലിയ എഡ്യൂക്കേറ്റഡ് ആണ്. അതില്ല, ഞാൻ എന്റെ ഇന്നെയാണല്ലോ പറഞ്ഞു, എന്നെ കണ്ട് പഠിക്കുന്നുള്ളത് പറഞ്ഞു. അപ്പൊ എന്നെ കണ്ട് പഠിക്കണ്ടെന്നാണല്ലോ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്, കുട്ടികൾ എന്നെ കണ്ട് പഠിക്കണ്ടെന്നാണല്ലോ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ പുള്ളിനെ കണ്ടുപിടിക്കണമല്ലേ. ഞാൻ പറഞ്ഞേ മറുപടി ഞാൻ പറഞ്ഞേ, പിന്നെ ഇമോഷണലായിട്ട് പറയല്ല, ഞാൻ എന്റെ കാര്യങ്ങൾ പറയട്ടെ. തളരരുത് രാമകുട്ടി, തളച്ചില്ല. നമുക്ക് അങ്ങനത്തെ കമന്റ് കാണുമ്പോൾ നമുക്കൊരു വിഷമം അറിയാം. അപ്പൊ ഇനി കൂടുതൽ വിഷമം ഉണ്ടാച്ചിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ യൂട്യൂബിൽ ആ വീഡിയോ ഇടാത്തിന് തന്നെ. അപ്പോൾ എന്താ പറയാ, പിന്നെ എനിക്ക് എന്നെ പറ്റി പറയാനുള്ളത്, ഇപ്പോൾ വേറൊരു വ്യക്തിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിന്റെ വളർച്ചയിൽ അസൂയയും കുശുമ്പും തോന്നണേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. ഒരു വ്യക്തിനെ പറ്റിയിട്ട് പരിദൂഷണം പറയാനോ വേറൊരാളുടെ ലൈഫിൽ ഇടപെടാനോ ഒന്നിനും നിൽക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മക്കള് ഇവളെ കണ്ടുപിടിച്ചു. അപ്പൊ ഇന്നെ കണ്ടുപിടിച്ച് ഇന്നെക്കാട്ടിലും നല്ല നിലയിൽ എന്റെ മക്കൾ എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഞാൻ നല്ലൊരു വ്യക്തിത്വം ആണെന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറയാൻ പറ്റണം, പക്ഷെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ വലിയ ചിക്കേറ്റഡാന്ന് പറഞ്ഞു. തമാശ ഫീൽഡിലുള്ള എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞ ഈ ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോ വിന്നറിനുണ്ട് എവിടാ പോയി. നിങ്ങളുടെ ഫീൽഡ് എന്താ, ഫോട്ടോഗ്രാഫി, ഡിപ്ലോമ ഉള്ള ആളാണ്. അതല്ലേ നമുക്ക് എന്താണോ അന്നം തരുന്നത്, അതല്ലേ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ആ വഴി തിരഞ്ഞെടുത്ത് നല്ല അന്ന് ഒരു വഴി തിരഞ്ഞെടുത്ത് അനുഗ്രഹമായി. അതുകൊണ്ട് നമ്മുടെ ജീവിതം വൃത്തിയായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതെ, അപ്പൊ ഈ കമന്റ് ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ അവരുടെ ഒരു മാനസിക വൈകൃത ആയിരിക്കും. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മാനസിക വൈകൃത ഉള്ള ആൾക്കാരോട് പറഞ്ഞു വെച്ചിട്ട് അത് അവര് മനസ്സിലേക്ക് എടുക്കില്ലല്ലോ. നെഗറ്റീവ് കൂടെ കൊണ്ടുനടക്കുന്ന ആൾക്കാർ എവിടെ എത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഇനി എത്തൂല്ല. നെഗറ്റീവ് അപ്പം നെഗറ്റീവ് അപ്പൊ പറയാം, നെഗറ്റീവ് അടിക്കണത് മാക്സിമം നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടാ കാണണ്ട. ഞങ്ങളുടെ വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല കാണണ്ട. നെഗറ്റീവ് ഇടാതിരിക്കുക. എന്താ വെച്ചാൽ നെഗറ്റീവ് ഇട്ട് നിങ്ങളുടെ ലൈഫിനാണ് ബാധിക്കുക. അത് കാരണം അതിനൊക്കെ ഭയങ്കര എന്താ പറയുക, മാനസികപരമായിട്ടുള്ള സയന്റിഫിക് പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരാളുടെ ലൈഫിൽ പറ്റിയിട്ട് അസൂയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫാണ് അവിടെ ഫ്ലോറിടിച്ച് ഫ്ലോപ്പായിട്ട് പോവുക. നമുക്ക് ലൈഫിൽ എന്താ പറയാ ഫ്ലറിഷ് ആവണം, മീൻസ് എന്താ പറയാ നമ്മളൊരു സക്സസ് ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ സക്സസ് ആവുള്ളൂ. അല്ലാണ്ട് ഈ ഇതേമാതിരി കുനിഷ്ടും കുന്നായ്മയുള്ള ആൾക്കാരൊന്നും സക്സസ് ആയിട്ടുള്ള അവര് മാത്രല്ല, ഇപ്പോ വൈഫിന് അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ഭർത്താവ് രക്ഷപ്പെടില്ല. അതെ, ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഫാമിലിനെ പറ്റിയിട്ടുണ്ടോ അങ്ങനെ പറയില്ല. നിങ്ങളോട് വന്നിട്ട് പറയാം, ആരെങ്കിലും ഒരാൾ സക്സസ് ആയി കഴിഞ്ഞാൽ അവര് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവര് സക്സസ് ആയി,
അപ്പൊ നമുക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ട് സക്സസ് ആവണം പറ്റും എന്നുള്ള എന്നുള്ളതൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു. അത് സത്യം. അതെ, അല്ലാതെ അവര് രക്ഷപ്പെട്ടല്ലേ നമ്മളെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അത് ഞങ്ങൾ പഠിച്ചൊരു പാടാണ് ഈ ഫീൽഡിൽ നിന്ന്. അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ 2025 എന്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വർഷമായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു മിനിറ്റ്, പിന്നെ വേറൊരു കൂട്ടരുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ നിൽക്കുമ്പോ നെഗറ്റീവ് വരുന്ന അറിയുമല്ലോ, പിന്നെ ഇപ്പൊ എന്തിലും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, പോയിക്കൂടെ നോക്കി. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടരും കൂടെ ഉണ്ട്. എന്തിനു പോണം? ഞങ്ങള് പറഞ്ഞ ഞങ്ങളുടെ കാര്യങ്ങൾ നമ്മള് എന്താ പറയാ, നെഗറ്റീവ് ഇടോ പോസിറ്റീവ് ഇടോ അത് നോക്കിയിരുന്നല്ലേ ഞങ്ങള് വീഡിയോ ചെയ്യണം. ഞങ്ങള് ഞങ്ങളുടെ ഹാപ്പി. പിന്നെ വിഷമം വരും, അതിപ്പം എനിക്കിട്ടോ, കാക്കു നോക്കലില്ല, മെയിൻ ചെയ്യില്ല, എനിക്ക് വിഷമം വരും. കമന്റ് ആണ് എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിക്കാനൊക്കെ അറിയാം എന്നുള്ളതാണ് അതിന്റെ സത്യം. പിന്നെ ഞാനൊക്കെ മെയിൻ ചെയ്യാൻ നേരിട്ടല്ലോ പറയുന്നത്. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ആരെങ്കിലും നേരിട്ട് വന്നു അതില്ല, ഓർമ്മ ഉണ്ടാവും. പിന്നെ എനിക്ക് എന്താ വെച്ചാല് ദോഷറാട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാലേ, പിന്നെ നെഗറ്റീവ് വരും പോസിറ്റീവ് അതൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യണം. നമ്മൾ വീഡിയോ ചെയ്യണം നമ്മുടെ സന്തോഷത്തിന്. പിന്നെ ഇതുപോലെ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ആഗ്രഹം അതിൽ നമ്മൾ ചെയ്യുന്നു. അതിൽ ദൈവം സഹായിച്ച് ഇതുവരെ സക്സസ് ആയിട്ട് പോകണം. അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ. പിന്നെ വേറെന്താ പറയുക, ജോലിയുടെ ഭാഗം കൂടെയാണ് ഇത്. ഇപ്പൊ ജോലിയുടെ ഭാഗം കൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ പോവാത്തപ്പോ. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോവോ? ഇല്ലല്ലോ. പൈസ കിട്ടൂലേ, ഇപ്പൊ ഇറങ്ങി പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് വിഷമങ്ങൾ ഉണ്ടാവും, അതിപ്പോ നിങ്ങളടുത്ത് പറയുകയും ചെയ്യും അല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് വിഷമങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നതും കാണുന്നതാണ് നിങ്ങള്. ഇത് നിങ്ങൾ കേൾക്കും കാണും വേണം. പിന്നെ വേറെ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് നമ്മൾ അറിയാത്ത ആൾക്കാർ തന്നെ വന്നിട്ട് അതിന് മറുപടി കൊടുക്കുമ്പോ അത് സന്തോഷമാണ്. സത്യം നമ്മളെ അതിന്റെ പോസിറ്റീവ് പറഞ്ഞ വർഷം പറഞ്ഞ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വർഷം ഇപ്പൊ കുഞ്ഞാറ്റയൊക്കെ കുറെ കാലമായിട്ട്, കുഞ്ഞാറ്റയൊക്കെ ജനിച്ച് വീണ സമയം തൊട്ടിട്ട് തന്നെ വീഡിയോസ് ഒക്കെ അല്ലേ, 2-3 മാസത്തിന്റെ ഇടയിൽ തന്നെ തൊട്ടിട്ട് തന്നെ അവള് വീഡിയോസ് ഒക്കെ ചെയ്യും. പക്ഷെ അന്നൊന്നും ആരും അങ്ങനെ തിരിച്ച് അറിയാലോ, നമ്മള് അന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു വർഷമാണ് കുഞ്ഞാറ്റയ്ക്കും അതേപോലെ തന്നെ കുഞ്ഞാറ്റ ഒരു കമന്റ് ബോക്സ് പറഞ്ഞാൽ കുഞ്ഞാറ്റനെ അന്വേഷിക്കാന് കുഞ്ഞാറ്റ. അതെ, ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാലൊക്കെ കുഞ്ഞാറ്റ എവിടെ എന്നുള്ള, ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാല് കുട്ടി എവിടെ, കുഞ്ഞാറ്റ എവിടെ എന്നുള്ളത് ചെയ്യും. അപ്പൊ അത് ഒരു ഭയങ്കര, നമുക്ക് നമ്മുടെ മക്കളെ അങ്ങനെ ആൾക്കാർ ചോദിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പൊ അതും വലിയൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോ പറഞ്ഞിങ്ങനെ വലിയ സംഭവം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് 2025 എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യണേ. അതെ, 2026 നിങ്ങൾക്ക് എന്താ പറയാ, ഞാൻ ഒരു ജസ്റ്റ് ഒരു അഡ്വൈസ് ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ എന്നാലും എന്താ പറയാ, 2026 നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്നോ അങ്ങനെ എന്തെങ്കിലും 2026 2027 അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്താ പറയാ പിടിവിടാതെ കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ഒരു ചീത്ത രീതിയിലുള്ള ചിന്തകളോ അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ മനസ്സിലേക്ക് എടുക്കാണ്ട് എപ്പോഴും സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരും. കാരണം ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മള് മുന്നേ പറഞ്ഞില്ല, സ്വന്തമായിട്ടൊരു ക്യാമറ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്നൊക്കെ ഞങ്ങള് വീടെത്തിന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പോസിറ്റീവ്നെസ് കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയാ, വെറുതെ പോസിറ്റീവ് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രയത്നിക്കുക. നമ്മളിത് ചിലപ്പോ സമയം കണ്ടെത്തുക, താഴെ വീഴും, എന്നാലും എണീറ്റ് നമ്മൾ ചെയ്യുക. എവിടം വരെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വർഷം നല്ലതായിരുന്നു ചീത്തയായിരുന്നു എന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.